റിയാലൈൻ ബസ്. ഈ റിയാലൈൻ ബസ് എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ സൗദിയിൽ അന്ന് പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റം വളരെ വീക്കാണ്. എസ്പെഷ്യലി ബസ്സസിൽ ടാക്സീസ് കുറെ ഉണ്ട്, പക്ഷെ ബസ് വളരെ വീക്കാണ്. ഇതിൽ ആണുങ്ങൾക്ക് മാത്രമേ കയറാൻ പറ്റൂ, കാരണം ഫുള്ള് മെയിൽ ഡോമിനേറ്റഡ് ആണ്. പിന്നെ AC ഇല്ല. സൗദി എന്നൊക്കെ പറഞ്ഞാൽ വൻ ചൂടല്ല. ഇത് AC ഇല്ലാത്ത തുരുമ്പിച്ച ഒരു ബസ്സാണ് ഉണ്ടാകുക. എന്നിട്ട് ഇവർ ഇതേപോലെ ബസ് നിർത്തുന്നില്ല, നമ്മൾ ഓടിച്ചാടി കയറാം, തിക്കി തിരക്കേ ഇരിക്കുക, തീരെ വൃത്തിയൊന്നും ഉണ്ടാവില്ല, ആകെ പൊടിയും ഇതൊക്കെ പിടിച്ചൊരിതായിരിക്കും. ഞങ്ങൾ ആരും റിയാലൈൻ ബസ്സിൽ കയറാറില്ല. ഇതൊക്കെ പറഞ്ഞ ഈ റിയാലൈൻ ബസ്സിൽ കയറുന്നവരൊക്കെ ഭയങ്കര വർക്കിംഗ് അഡൾട്ട്സ് ഒക്കെ ആയിരിക്കും, കുട്ടികളൊന്നും ഇതിലുണ്ടാകില്ല. പണിക്ക് ഈ സാധാ ജോലിക്ക് പോണവരൊക്കെ ഈ ബസ് കയറാം. കാരണം ഇതിൽ പറഞ്ഞാൽ 2 റിയാൽ കൊടുത്താൽ മതി. ഈ ബസ്സിന്റെ രീതി ഞാൻ പറഞ്ഞുതരാം. നമ്മളിങ്ങനെ ഒരു കിലോമീറ്റർ അപ്പുറത്തുനിന്ന് വരികയാണെങ്കിൽ നമ്മൾ ഇവിടുന്ന് കൈകാട്ടണം, അല്ലെങ്കിൽ ചിലപ്പോ നിർത്തിക്കോളണം. അതെ. പിന്നെ ഈ റിയാലൈൻ ബസ്സിന് ഹലജം ബസ് എന്നും പറയാം. അതെന്താന്ന് വെച്ചാല് ഇവരെവിടെയും നിർത്തും. അതെ. പിന്നെ പറഞ്ഞാല് OG സൗദീസ് ആയിരുന്നു ഈ റിയാലൈൻ ബസ് ഓൺ ചെയ്തിരുന്നത്. നമ്മള് അവരെ ബതുക്കൾ അല്ലെ വിഡോവിൻസ് ഒക്കെ ആയിരുന്നു വിളിച്ചിരുന്നത്. അപ്പൊ അവരുടെ ഒരു ക്യാരക്ടറിസ്റ്റിക് എങ്ങനെയാ വെച്ചാൽ ഒന്നവര് വൺ ലൗഡ് ആയിരിക്കും. അപ്പൊ അവര് കാമായിട്ട് സംസാരിക്കുമ്പോഴും അവർ നമ്മളോട് ദേഷ്യപ്പെടാന്നാ വിചാരിക്കുക. 2 ഇവര് ഡാർക്ക് അല്ല, ബ്ലാക്ക് ആണ്. ലൈക്ക് OG അറബ്സ് അല്ല, OG സൗദീസ് അവരാണെന്നാണ് പറയപ്പെടുന്നത്. അപ്പൊ ഇങ്ങനത്തെ ലൈക്ക് തോപൊക്കെ ഇട്ട് ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ ആയിരിക്കും ഇത്. പിന്നെ ചിലപ്പോ ഒരു ബീഡി ഉണ്ടാവും, അല്ലെ സിഗരറ്റ് ഇങ്ങനെ വലിച്ചിട്ട് അങ്ങനത്തെ ഒക്കെ ഒരു ഇതായിരിക്കും. കുട്ടികൾക്ക് പറ്റിയൊരു എൻവയോൺമെന്റ് അല്ല ബസ്സിന്റെ ഉള്ളില്. എന്നിട്ട് നമ്മൾ കേറിയിട്ട് നമ്മള് ഒന്നെങ്കിൽ കേറുമ്പോ തന്നെ 2 റിയാൽ ചില്ലറ ഉണ്ടെങ്കിൽ കൊടുക്കുക, അല്ല എത്ര റിയാൽ വെച്ചാൽ കൊടുക്കുക. അപ്പൊ 10 റിയാലാണ്, നമ്മൾ 10 റിയാൽ കൊടുത്താല് ഇയാൾ 8 റിയാൽ ആക്കിയിട്ട് ഓരോരോ പാസഞ്ചേഴ്സിന് കൊടുക്കും. അങ്ങനെ അതിങ്ങനെ പാസ് ചെയ്ത് ഇതാണ് ആ ഒരു മെമ്മറീസും കാര്യങ്ങളൊക്കെ. പിന്നെ ഞാനാണെങ്കിൽ ഈ ഒരു ഇയർഫോൺസ് ഒക്കെ ഇട്ടാണ്ട് ഇങ്ങനെ ഇരിക്കും. ഞാൻ അന്ന് പെർട്ടിക്കുലർലി കേട്ടിരുന്ന പാട്ടുകളായിരുന്നു മറ്റേ ദിൽവാലെ മൂവിയിലെ ഗേറുവ. ആ ടൈമിലാണ് ഞാൻ കേൾക്കുക. അതേപോലെ പിന്നെ മെറൂൺ 5ന്റെ അതൊക്കെ ഞാൻ അന്ന് ഞാൻ ഡിസ്കവർ ചെയ്ത് ഡൗൺലോഡ് ചെയ്ത് വെച്ച് ഈ ഒരു ടൈമിനായിട്ട് ഇടുന്ന പ്ലേലിസ്റ്റ്. മലയാളം പോഡ്കാസ്റ്റ് ഒന്നും ഇല്ലല്ലോ, ഉണ്ടെങ്കിൽ ഞാൻ കേൾക്കൂല. എന്താടാ. അങ്ങനെ ഞാൻ ഈ ട്യൂഷൻസിനൊക്കെ പോകാൻ തുടങ്ങി. അങ്ങനെയാണ് എനിക്ക് റിയാലൈൻ ബസ്സിന്റെ ഒരു മെമ്മറി. എന്നിട്ട് സെമീർ ട്യൂഷന് വന്നിട്ട് സെമീർ ഇങ്ങനെ റിയാലൈൻ ബസ്സിനെ ഇങ്ങനെ റൊമാൻറ്റിസൈസ് ചെയ്ത് പറയാം. സെമീർ എല്ലാ ജാതിയും എല്ലാ മതവും എല്ലാ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നും എല്ലാ രാജ്യത്തു നിന്നുമുള്ള ആൾക്കാർ കയറുന്ന ഒരു ബസ്സാണിത്.